ഞാൻ മോളോട് കുറെ നേരം സംസാരിച്ചു. അവളുടെ മറുപടിയൊന്നും നമുക്ക് അനുകൂലമല്ല. അതങ്ങനെ ആയിരിക്കാം. ഹരി എന്നോട് പറഞ്ഞ മറുപടിയും വളരെ ഷാർപ്പായിരുന്നു. ഒരിക്കൽ ഞാൻ വലിച്ചെറിഞ്ഞ വീണയെ വീണ്ടും സ്വീകരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചോദിച്ചു. ഇതും വീണ പറഞ്ഞ് ചെയ്യിക്കുന്നതാണോന്ന് വരെ ചോദിച്ചു. കല്യാണി കൂടിയില്ലാതെ അച്ഛൻ നമ്മൾ അംഗീകരിക്കില്ല അല്ലേ? വിപിനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛന്റെ സ്വത്ത് കിട്ടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടല്ലേ വിപിൻ എന്നെ കുറിച്ച് ചിന്തിച്ചതും എന്നെ കാണാൻ വന്നതും ഒക്കെ? വീണ, അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ മുമ്പേ അവർ ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയാന്നറിയാവോ? അവരുടെ ഉപദേശങ്ങളിൽ നിന്നാണ് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അത് സത്യം തന്നെ. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഒരു ജീവിതമില്ല. തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അത് സത്യസന്ധമായിട്ടാ, എല്ലാം ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ടാ. മോള് നമ്മളോട് എത്തിക്കഴിഞ്ഞാ ഞാൻ നോക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഇനി ഒരു സംശയം വേണ്ട. കല്യാണിയെ നമ്മളോട് കൊണ്ടുവരാൻ നിയമപ്രകാരമുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. അതിന് ഹരിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. എടോ, നമുക്ക് നമ്മുടെ മോളെ വിളിച്ചോണ്ട് വരാം. വേണ്ട വിപിനെ, ഒരു ബഹളം ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല. ഞാനതിന് ശ്രമിച്ചതാ. പിന്നെ വിപിൻ കരുതുന്നത് പോലെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല ഹരിയേട്ടൻ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഒരാളെ കൊല്ലാൻ പോലും ഹരിയേട്ടൻ മടിക്കില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എനിക്ക് വിപിനൊപ്പം ജീവിക്കണം. എന്റെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കണം. നമുക്കൊരു മാർഗം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഗൗരവമായിട്ട് ആരോടെങ്കിലും സംസാരിക്കുകയും ചെയ്യാം. എന്താ മോളെ? എന്താ? അച്ഛാ, അമ്മ എപ്പോഴും എന്നെ വിളിച്ചിരുന്നു. നമ്മളെല്ലാരും എപ്പോഴാ വിവാഹത്തിന് ചെല്ലുന്നതെന്ന് അറിയാൻ. മനു എന്തായാലും കുറച്ചു കഴിഞ്ഞ് വിളിക്കുമല്ലോ. അപ്പൊ അവനോടൊന്ന് ചോദിച്ചിട്ട്. അവനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവനോട് ചോദിക്കൊന്നും വേണ്ട. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അവൻ ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നത് നന്നായിന്നാ ഞാൻ കരുതുന്നത്. അവന്റെ പൊസിഷൻ എന്താ? എന്ത് കണക്കിനാ അവൻ ഈ കല്യാണത്തിന് മുമ്പേ പോയി നിൽക്കുന്നത്? ആ കല്യാണം കഴിക്കുന്ന ഒരുത്തനില്ലേ, അവന്റെ വിവാഹമോചനം നടന്നിട്ടുണ്ടോ? അത് പോട്ടെ. നിത്യയുടെ വിവാഹമോചനം നടന്നിട്ടുണ്ടോ? അതും ഇല്ല. എന്ന് പറഞ്ഞ നിയമപ്രകാരം മറ്റൊരുത്തന്റെ ഭാര്യയായ ഒരു പെണ്ണ് വേറൊരുത്തിയുടെ ഭർത്താവുമായി ഒരു കല്യാണം നടത്തുന്നു.